ായിരുന്നു എൻ്റെ ഉമ്മാൻ്റെ ഒരു ആൻജിയോപ്ലാസ്റ്റി സർജറി കഴിഞ്ഞത്. പെട്ടെന്നായിരുന്നു നടന്നത്. ഉമ്മ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ തന്നെ വളരെ ആരോഗ്യവതിയായ സ്ത്രീയാണ്. 67 വയസ്സാണെങ്കിലും കണ്ടാൽ തോന്നില്ല. അങ്ങനെ വളരെ മിടുമിടുക്കോടുകൂടി വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ചെറിയൊരു അധ്യാപകമായിട്ട് കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ സ്വന്തം ഒരു അറബി കോളേജ് സ്ഥാപനമാണ്. അവിടെ പോവുകയാണെങ്കിലും ഒക്കെ തന്നെ വളരെ ആക്റ്റീവായിട്ട് ഒരു വാർഡനാണ്. ചെറിയ ഹോസ്റ്റലുണ്ട്. വീട്ടിലാണെങ്കിലും 10 മക്കളാണ്. 10 മക്കളെ നല്ലതൊക്കെ പഠിപ്പിച്ച് മദ്രസയിൽ പോയിട്ടില്ല. ഉമ്മയാണ് മദ്രസ പഠിപ്പിച്ചത്. ഞങ്ങൾ തൃശ്ശിനാപ്പള്ളിയിലായിരുന്നു, ട്രിച്ചിയിലായിരുന്നു, തമിഴ്നാട്ടിലായിരുന്നു കുറേ കാലം. അപ്പം അങ്ങനെ ഉമ്മ തന്നെയാണ് എല്ലാം പഠിപ്പിച്ചത്. സമയം കണ്ടെത്തി വീട്ടിലിരുന്ന് നമ്മളെ സ്കൂളാണെങ്കിലും മദ്രസേനൊക്കെ പഠിപ്പിച്ച് വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കി തൊട്ടടുത്തുള്ള ചെറിയ അറബി കോളേജും ഓർഫനേജൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നീങ്ങി പെൺകുട്ടികളെ 250 പെൺകുട്ടികളുണ്ട്. അവിടെയൊക്കെ മുഴുവനും ആക്റ്റീവായിട്ട് നടന്നു നീങ്ങുന്ന ഒരു സ്ത്രീയാണ്. അത് മാത്രമാണോ, ആരോഗ്യം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകുന്ന ഒരാൾ. ആകെ കാണുന്ന 2 വീഡിയോ ആണ്. ഒന്ന് ദീനീപരമായൊരു വീഡിയോ കാണും, അല്ലെങ്കിൽ ആരോഗ്യ വീഡിയോ ആണ്, ഡോക്ടർമാരുടെ വീഡിയോ ആണ്. അത് കാണും. ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് ആദ്യം ഷെയർ ചെയ്യുക ആരോഗ്യത്തെക്കുറിച്ചാണ്. അത്ര ആരോഗ്യവും ദീനൊക്കെ കൊണ്ടു നടക്കുന്ന ഉമ്മയാണ്. പെട്ടെന്നായിരുന്നു കഴിഞ്ഞൊരു നോമ്പ്, നാലാമത്തെ 5-ാം നോമ്പിനാണ് പെട്ടെന്നൊരു മരിസ്കരിക്കുന്നതിന് തൊട്ട്, ഇത് നോമ്പ് തുറക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ മുന്നെയാണ് ഒരു ചെറിയൊരു വിമിഷ്ടം പ്രയാസം ഉണ്ടായി. അങ്ങനെ ഉമ്മക്ക് തോന്നി, ചെറിയൊരു വിയർപ്പ് എന്നപ്പോൾ തോന്നി നേരെ ചെറിയ ഹോസ്പിറ്റലിൽ പോകേണ്ട വലിയ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് ആ ഒരു ലക്ഷണത്തെ ഉമ്മ തിരിച്ചറിഞ്ഞു. നേരെ അങ്ങോട്ട് വിട്ടുവെന്ന് പറഞ്ഞാൽ അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ പോയി പെട്ടെന്ന് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നു. ECG എടുത്തപ്പം വെരീഷൻ കണ്ടാൽ പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഞാനത് അത്ഭുതപ്പെട്ടു. ഉമ്മാക്ക് ഒരിക്കൽ പോലും കൊളസ്ട്രോൾ കൂടിയിട്ടില്ല, വേറൊരു അസുഖമില്ല, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പിന്നെ ഉമ്മനെ കൊണ്ടുപോയി നോക്കണം നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല. അത്രയും ആരോഗ്യവതിയായി നടക്കുന്ന ഉമ്മയാണ്. പെട്ടെന്നായിരുന്നു ഒരു ബ്ലോക്ക് വന്ന് നോക്കും. 3 ബ്ലോക്കുണ്ട്, 1 അല്ല 3. അങ്ങനെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ റെസ്റ്റിലാണ്. നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആരോഗ്യം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണ്ട, രോഗം വരില്ല എന്നുള്ളത് കരുതേണ്ടതില്ല. ആരോഗ്യത്തിൽ ഞാൻ ഉണ്ട് വിചാരിച്ചിട്ട് കരുതേണ്ടതില്ല. ഞാനിന്ന് കഴിഞ്ഞ ഒരു സമയത്ത് മെട്രോ ഹോസ്പിറ്റലുകാർക്കായിട്ട് ഉണ്ടാവും കാർഡിയാക് സെൻ്റർ. അവിടെ ഒക്കെ നോക്കി പരിശോധിച്ച് ഉറപ്പുവരുത്തി റിസൾട്ടൊക്കെ എല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞ് വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് എടുക്കുന്ന മുന്നേ ആളെന്ത് ചെയ്തു, സ്പോട്ടിൽ ഹാർട്ട് അറ്റാക്കായി മരിച്ചു. അതായത് ഈ രോഗം വരാനോ അല്ലെങ്കിൽ മരണപ്പെടാനോ അല്ലെങ്കിൽ ഈ ജീവിതം ഇതോടെ അവസാനിക്കാനോ എന്തെല്ലാം ഒന്നും ഒരു മാനദണ്ഡമല്ല. ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ ഒരു മാനദണ്ഡമേ കണക്കാക്കേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അതൊരു കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം നമ്മൾ അനുഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്ക് വേണ്ടി, ഞാൻ ഹൃദയം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർത്തത് ഹൃദയത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കാനാണ്. ഹൃദയം നമുക്കറിയാം. ജസ്റ്റ് ഒന്ന് കയ്യിൽ നിന്ന് പിടിച്ചു നോക്കി, ഒന്നിങ്ങനെ നെഞ്ചത്ത് വെച്ച് നോക്കി. മിടിപ്പ് കേൾക്കുന്നുണ്ടോ? പറ്റുണ്ടോ? സൈഡ് കൊണ്ടുപോകണ്ട, ഇടത്തെ ഭാഗത്തേക്കല്ല, ശരിക്കും ഇവിടെ ഈ ഭാഗത്താണ്. ഇങ്ങനെ വെച്ചാൽ ഇടത്തെ ഭാഗത്തിനോട് സെൻറ്ററിന് ഇത്തിരി നേരം ലെഫ്റ്റിലേക്ക് ചെറിഞ്ഞിട്ട് കാണാം ഒരു ചെറിയ മിടിപ്പ്. കാണണ്ടോ? കേൾക്കുന്നുണ്ടോ? ഒന്ന് അനുഭവിച്ച് നോക്കി, കൈ വെച്ച് നോക്കി. എന്താണ് ഇത്? പ്രസംഗമല്ല കേട്ടോ, നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയാന്നുള്ളതാണ്. പറ്റുന്നുണ്ടോ? കിട്ടിയോ? മുമ്പ് കിട്ടിയില്ല. കിട്ടിയോ? ഇത് സുഹൃത്തുക്കളെ ഇന്ന് ആലോചിച്ച് നോക്കി. ഈ മസിൽ, ഇതൊരു മസിലാണ്, മാംസല്ലേ, ഇത് മസിലാണ്. നമ്മളിങ്ങനെ കൈ, ഒരു ഉദാഹരണം പറയാം, കൈ ഇങ്ങനെ മടക്കി നിവർത്തി നിൽക്കുകയാണ്. ഒരു 50 തവണ, ഒരു 100 തവണ, അല്ല ഒരു 200, 300 തവണ, 500 തവണ കഴിയുമ്പോഴേക്കും നിങ്ങൾ കൈ എന്താവും? കഴിഞ്ഞു. പിന്നെ മടക്കാൻ പോലും കഴിയുമോ? കഴിയില്ല. നിങ്ങൾ കുഴഞ്ഞോ കൈ. പിന്നെ കുറച്ച് ഒരു 1/2 മണിക്കൂറിലേക്ക് നിങ്ങൾ തൽക്കാലം തൂക്കിയിടണം. അതേപോലത്തെ മറ്റൊരു ടൈപ്പ് മസിലാണ് കാർഡിയാക് മസിൽ. ഈ ഹാർട്ട് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ 2 മാസം പ്രായത്തിൽ ഉമ്മാൻ്റെ വയറ്റിലായപ്പോൾ തന്നെ തുടങ്ങിയെന്നാണ്. അവിടെ തുടങ്ങുകയാണ്. ആ മിടിപ്പ് പോയി നിന്നിട്ടില്ല. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞിടണോ? ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് വേണ്ടി മിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്ര മിടിക്കണം? എത്ര രക്തം പമ്പ് ചെയ്യണം? നമുക്ക് രക്തകോല നീളം നമുക്ക് അറിയാമല്ലോ. എന്താ പറയാണ്? ഓരോ രക്തകോല ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് എത്ര ഉണ്ടാവും? ഇവിടുന്ന് കോഴിക്കോടങ്ങാടി എത്താവും. അവിടുന്ന് വിടണം, കേരളം വിടണം, ഇന്ത്യ വിടണം, സൗദി അറേബ്യ പോയാലും പോയിട്ടില്ല. അങ്ങനെ ഭൂമി അമേരിക്ക പോയി കറങ്ങി ഒരു ഭൂമിയെ 2.5 തവണ ചുറ്റണം. സുബ്ഹാനല്ലാഹ്. അത്രയും നീളമുള്ള
രക്തക്കുഴലിലേക്ക് രക്തം പമ്പ് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. ഇത് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആ ഹൃദയം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന്റെ ബ്ലോക്ക് സംഭവിക്കുന്നു. ബ്ലോക്ക് എന്താ സംഭവിക്കണേ? ഹൃദയം എന്ത് ചെയ്യുന്നു? എല്ലാ സ്ഥലത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നു. പക്ഷെ ഹൃദയത്തിന് വേണം എന്ത്? അതിനാരോഗ്യത്തിന് വേണം, അതിന് വേണം ബ്ലഡ്. ഹൃദയത്തിനുള്ളിൽ നിറയെ ബ്ലഡാണ്. പക്ഷെ ഹൃദയത്തിന് മസിൽ ജീവിച്ചിരിക്കണം, എന്ത് ചെയ്യണം? അതിന് വേണം സർക്കുലേഷൻ, അതിന് വേണം ബ്ലഡ്. അത് ഉള്ളിലുണ്ടായാൽ പോരാ, വേറൊരു സർക്കുലേഷനിലൂടെ എല്ലാ മസിൽ ടിഷ്യൂലേക്കും എല്ലാ മസിൽ കോശങ്ങളിലേക്ക് എന്ത് ചെയ്യണം? രക്തം എത്തണം. അതിന് വേണ്ട സംവിധാനം കൊറോണറി സർക്കുലേഷൻ. അവിടെ ചെറിയ ബ്ലോക്ക് വരുന്നതുകൊണ്ടാണ്, ആ ഭാഗത്തെ മസിൽ നശിച്ചു പോകുന്നതുകൊണ്ടാണ്. കണ്ടോ, രക്തം കുറഞ്ഞ സമയം അല്ലേ, കുറഞ്ഞ സമയമാണ് ബ്ലോക്ക് ആവണത്. അതോടുകൂടി എന്തായി? ആ മസിൽ ടിഷ്യൂ ഡെത്ത് ആവാണ്, നശിച്ചു പോവാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒരു ടിഷ്യൂ നശിച്ചിട്ടില്ല, എല്ലാം വളരെ ക്ലിയറാണ്. നഖത്തിന്റെ അഗ്രത്തിലേക്ക് പോലും എന്തുണ്ട്? ബ്ലഡ് എത്തുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ വിരലുകളൊക്കെ നിൽക്കണല്ലേ. ഷുഗർ പേഷ്യൻസ് സംഭവിക്കണം അറിയില്ലേ? രക്തം എത്താത്തോടത്ത് കഴിഞ്ഞു, ആ ടിഷ്യൂ അവിടെ ടിഷ്യൂടെ എത്തായി, ആ കോശം അവിടെ നശിച്ചു, പിന്നെ മുറിച്ച് കളയാൻ നിവൃത്തിയില്ല. ഇത്ര നമ്മുടെ രക്തത്തെ എല്ലാ ഭാഗത്തേക്കും, രക്തത്തിന്റെ ഈ വിരൽ തുഞ്ചത്ത് പോലും എന്തുണ്ട്? രക്തത്തിന്റെ അംശവും ഓക്സിജൻ എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബ്ലഡ്. ഹൃദയം. സുബ്ഹാനല്ലാഹ്, ആ ഹൃദയം നമുക്ക് അള്ളാഹു തന്നു. അതൊരു കുഴപ്പമില്ലാതെ, കേടുപാടില്ലാതെ ഇതുവരെ അള്ളാഹു നമ്മെ സംവിധാനിച്ചു തന്നു. അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ചെയ്ത നിഅമത്തുകളെയാണ് സുഹൃത്തുക്കളെ. എത്ര എത്ര നിഅമത്തുകൾ. ഹൃദയം മാത്രമാണോ? അപ്പൊ ഞാൻ പറഞ്ഞ് കേൾക്കണില്ലേ? ഇവിടെ എഴുതി തന്നു, ശബ്ദം കുറച്ച് കൂട്ടണം. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ശബ്ദം കേൾക്കുന്നില്ല. ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സുഹൃത്ത്, എന്താ കേൾക്കുന്ന പറഞ്ഞാൽ, എന്താ കേൾവി പറഞ്ഞാൽ? ഞാനീ പറഞ്ഞ സംസാരല്ലേ, ഈ ഒച്ചല്ലേ, ഈ ശബ്ദം, ഇത് നിങ്ങളുടെ ചെവിന്റെ ഉൾഭാഗത്ത് 3 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഔട്ടർ, ഇന്നർ, മിഡൽ, ഇന്നർ എന്നാണ്. ഈ ഔട്ടർ ഇയർ എന്നാൽ എന്താണ്ടാവും വെച്ചാൽ അവിടെ ഒരു ചെറിയ ഇതുണ്ടാവും, ടിമ്പാൻ മെമ്പറൈൻ ഉണ്ട്. എന്താ പറയുന്നത്? പാളി അല്ലേ? കർണപാളി. അതിൽ നിന്ന് എന്ത് ചെയ്യും? അതിന് കണക്ട് ചെയ്തിട്ട് 3 ചെറിയ എല്ലുകളുണ്ട്. ഏറ്റവും ചെറിയ എല്ല് എവിടെ ഉള്ളത്? ചെവിൻ്റെ ഉള്ളിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒച്ചെന്ന് കുറയില്ലേ, കോക്ലിയ എന്ന് പറയും. ഒച്ചിന്റെ ഷേപ്പ് ഉണ്ടാവും, കണ്ടാൽ അങ്ങനെ ചുരുണ്ടിട്ടുള്ള ഒരു സാധനമാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ നിറയെ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും, ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഇത് 3 സ്ട്രക്ചർ. ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കർണപാളി ഇളകി. ഇളക്കം വന്നപ്പോൾ എന്തായി? ആ എല്ലുകൾ ചേർന്ന് നിൽക്കില്ലേ, 3 എല്ലുകൾ, അത് 3 ഇങ്ങനെ ഇളക്കുന്ന കൊണ്ടു. ഇളകിയപ്പോൾ എന്തായി? ഉള്ളിലുള്ള ആ കോക്ലിയ എന്ന് പറയുന്ന ഈ ഒച്ചിനെ പോലത്തെ ആ ഷേപ്പിലുള്ള ആ ഉള്ളിൽ വെള്ളം നിറച്ച ബാഗ് ഇങ്ങനെ കറങ്ങാണ്. ആ കറങ്ങിയപ്പോൾ എന്തായി? കറങ്ങിയപ്പോൾ അതിലെന്തുണ്ട്? ഈ പിന്നെ കടലിൽ പോയി, കടലിലെ കല്ലിന് മുകളിൽ ചെറിയ പായൽ പോലെ അതിങ്ങനെ വെള്ളം ഇങ്ങനെ ഇളകി കളിക്കുമല്ലോ, ശ്രദ്ധിച്ചില്ലേ? ആ ഇളക്കത്തിൽ അങ്ങനെ ഒരു ഹെയർ സെൽസ് ഉണ്ട്, സീലിയ എന്ന് പറയും. ഒരു രോമത്തെ അങ്ങനെ ഒരു 1000 അല്ല, ഒരു 10,000 തവണ മുറിച്ച് എത്ര കിട്ടും? ഇതുണ്ടാവുക അത്ര നേരത്തെ ഹെയർ സെൽസ് ഇങ്ങനെ കളിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഇളക്കത്തിൽ ഉണ്ടാകാവുന്ന ചെറിയൊരു കറണ്ട് ഉൽപ്പാദനം അല്ലേ, ഡാമിലെ കറണ്ട് ഉണ്ടാവാനല്ലേ, വെള്ളം ഇങ്ങനെ കറങ്ങിയിട്ടല്ലേ കറണ്ട് ഉണ്ടാവണേ എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ഒരു ഇളക്കത്തിലൂടെ ഒരു ഡാം അവിടെ ഉണ്ടെന്നാണ്, അവിടെ നിന്ന് ചെറിയൊരു കറണ്ട്, ഒരു സ്പാർക്ക് അവിടെ ഉണ്ടാകുകയും അത് ഞരമ്പിലേക്ക് കയറി ചെന്ന് ചെവിയുടെ കേളിയുടെ ഭാഗമാണ്, ബ്രെയിനിലുള്ള ഹിയറിംഗ് ഏരിയയിൽ കൊണ്ടുപോയിട്ട് അവിടേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഇമ്പൾസ് ഇവിടെ വന്നു. ഒരു ഇമ്പൾസ് എന്താ? അവിടെ എന്തൊരു ശബ്ദം കേട്ടു എന്നേ ഉണ്ടാവുള്ളൂ. ഇനി എന്ത് ശബ്ദമാണ് അത് തിരിച്ചറിയാൻ ചെയ്യണം. അവിടുത്തെ പിന്നെ മെമ്മറിയിലേക്ക് പോയി ഇങ്ങനത്തെ ഒരു ശബ്ദം നേരത്തെ കേട്ടിട്ടുണ്ടോ, എന്താണ് ശബ്ദം തിരിച്ചറിയണം. അവിടെ പിന്നെ കോഗ്നീഷനിലേക്ക് പോകണം. ഇത് എന്താ ചെയ്തറിയണ്ടത്, ഇതെന്താ മനസ്സിലായോ? മനസ്സിലാവാനുള്ള വേറെ ഏരിയയിലേക്ക് പോകണം. മെമ്മറിക്ക് പോയി, കോഗ്നീഷൻ ഫ്രോണ്ടൽ ഏരിയയിലേക്ക് പോയി, അവിടുന്ന് പിന്നെ എന്താണ് തിരിച്ച് ചെയ്യേണ്ടത് അതിലേക്കുള്ള പിന്നെ സിഗ്നലും പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പിന്നെ പറയുന്നത്. സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി പറയുമ്പോഴേക്കും അലൈഹിസ്സലാം തിരിച്ചു വന്നില്ലേ? എത്ര പെട്ടെന്ന് സുഹൃത്ത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്ര പെട്ടെന്ന് മനസ്സിലായത്. എന്തൊക്കെയാ സംഭവിച്ചവിടെ? ഇത്രയും നടന്നില്ലേ? കർണപാളി ഇളകി, അവിടെ എല്ലുകൾ ചലിച്ചു, വെള്ളം കറങ്ങി, കറണ്ട് ഉൽപ്പാദിപ്പിച്ചു, ഞരമ്പിലേക്ക് പ്രവേശിച്ചു, കേൾക്കുന്ന ഏരിയയിലേക്ക് മാറി. അവിടുന്ന് ഇത്ര ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഈ സംഗതി നീങ്ങി പോണത്. സുബ്ഹാനല്ലാഹ്, ഈ അനുഭവം സുഹൃത്തുക്കളെ, ചെവി കേൾക്കാത്ത ആൾ അവസ്ഥ അറിയാലോ. കണ്ണ് കാണാത്ത ആളാണോ ചെവി കേൾക്കാത്തതാണ് പ്രയാസപ്പെടുക, ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുക ആരാണ്? ചെവി കേൾക്കാത്ത ആളാണ്. കണ്ണ് പ്രയാസം, രണ്ടാൾക്കും പ്രയാസം തന്നെയാണ്. പക്ഷെ കണ്ണ് കാണാത്ത ആൾക്ക് മനസ്സിലാവും പറഞ്ഞാൽ. പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞാലും 70% കിട്ടുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ആംഗ്യത്തിലല്ലേ പറയാ, അതിൽ 70% മനസ്സിലാവുള്ളൂ, പിന്നെ മനസ്സിലാവില്ല. പിന്നെ അതിങ്ങനെ ഒരു ഊഹിക്കലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അത് നമുക്കുണ്ട്. അൽഹംദുലില്ലാഹ്. മുഴുവൻ കേൾക്കുന്നില്ല, എല്ലാവരും കേൾക്കുന്നില്ല ഈ പറഞ്ഞൊക്കെ.
ഇത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ 24 മണിക്കൂറിൽ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ സംഗതി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ നിഅമത്താണ് സുഹൃത്തുക്കളെ. എങ്ങനെ എത്ര നിഅമത്തുകൾ! തലമുടി മുതൽ കാലിൻ്റെ നഖം വരെയുള്ള മുഴുവൻ അവയവങ്ങളും നമുക്ക് നിഅമത്തെ അല്ലാഹു തന്നു. പുറമേയുണ്ട്, ഉള്ളിലുണ്ട് സുഹൃത്തുക്കൾ. അങ്ങനെ നിഅമത്തുകൾ നിങ്ങൾ എണ്ണി കണക്കാക്കി അല്ലാഹു പറയാണ്, വഇൻ തഅദ്ദു നിഅമത്തല്ലാഹ് ലാ തുഹ്സുഹാ. ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എണ്ണി കണക്കാക്കാൻ സാധിക്കൂല സുഹൃത്തുക്കൾ, സാധിക്കൂല. അത്ര കണ്ട്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത്, വിശ്വാസം പറഞ്ഞല്ലോ, ഫമൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ. ആരാണോ സ്വന്തത്തെ മനസ്സിലാക്കിയോ, ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും പഠിച്ചവനെ, തിരിയും, റബ്ബിനെ തിരിയുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ നഫ്സിനെ, സ്വന്തത്തിലേക്ക് നോക്കിയാൽ അള്ളാഹുവിനെ അങ്ങോട്ട് തിരിയും. അള്ളാഹിനെ ബോധ്യപ്പെടാൻ ഇത്രയും നല്ല സംഗതി വേറെ ഇല്ല. സ്വന്തത്തിലേക്ക് നോക്കിയാൽ മതി. ആകാശഭൂമികളെ, ആകാശ നക്ഷത്രങ്ങൾ, പിന്നെ ഈ ആകാശമണ്ഡലങ്ങൾ നോക്കാനേക്കാളും അപ്പുറത്തേക്ക് സ്വന്തം ശരീരത്തേക്ക് നോക്കിയാൽ തന്നെ തിരിയും സുഹൃത്തുക്കളെ. അള്ളാഹിനെ മനസ്സിലാവും, റബ്ബാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ റബ്ബിനെ ഈ പറയുന്ന ഇത്രയും നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു എന്നാണ് സുഹൃത്തുക്കളെ. ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ഒരു മാസം മുന്നേ വന്ന രോഗിയുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ പ്രശ്നം എന്ന് വെച്ചാൽ, പിന്നെ ആൾ വളരെ ഇതുപോലെ നോർമലായിട്ട് ഇദ്ദേഹത്തിന് പോലെ ഉണ്ടാവും. ഏകദേശം നല്ല തടിമുടുക്കുള്ള 40, നല്ല കുച്ചിറപ്പുള്ള ശരീരം, നല്ല അത്യാവശ്യം തടിയും വണ്ണവും ഹൈറ്റൊക്കെ ഉള്ള. അപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നം എന്ന് വെച്ചാൽ ഏകദേശം ഒരു ആൾക്കൊരു 5-6 മാസമായിട്ട് ഈ കൈക്ക് ബലക്കുറവ്, ഒരു കൈ നമ്മളിങ്ങനെ കുടയല്ലോ, ഒരു ബലം കുറവ് പോലെ ഫീൽ ചെയ്യുക. ഒന്നിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കൈ പിടിച്ചു നോക്കുക, എന്തൊരു ബലക്കുറവ് ഉണ്ടോ എന്ന് ഫീൽ ചെയ്യാം. അത്ര ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ തുടങ്ങി. പിന്നെ ആൾക്ക് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ കൈ പൊക്കാൻ പറ്റുന്നില്ല, കൈ ഇങ്ങനെ ഒരു ഉയരത്തിൽ കഴിയുന്നില്ല, പിന്നെ കൈകൾ മുറുക്ക കിട്ടുന്നില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 3 മാസം കൊണ്ട് കായ് കഴിഞ്ഞു. ഈ കൈയിൻ്റെ പ്രവർത്തനം അവിടെ കുറഞ്ഞു. പിന്നെ കാലിൻ്റെ കുഴച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങുമ്പോൾ അദ്ദേഹം ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ആളുടെ കണ്ടീഷൻ നോക്കിയപ്പോൾ പരിശോധിച്ച വിഷയം MND ആണ്, മോട്ടോർ ന്യൂറോൺ ഡിസീസാണ്. അതായത് ഞരമ്പിലേക്ക് പോകുന്ന ആ കറണ്ടിൻ്റെ ഇലക്ട്രിസിറ്റി ആ ഒരു പിന്നെ ഇമ്പൾസ് എന്തെയില്ല, ഫീൽ ചെയ്യാതെ മസിലേക്ക് വർക്ക് ചെയ്യില്ല, മസിലേക്ക് എത്തുന്നില്ല. അപ്പോൾ എന്തായി സംഭവിക്കുക വെച്ചാൽ ഓരോ മസിലും ഓരോ പിന്നെ അവയവം എന്ത് ചെയ്യുക വെച്ചാൽ ഇങ്ങനെ മസിൽ ശോഷിച്ച് വരും, എല്ലാ ഭാഗവും ശോഷിച്ച് വരും. സംഭവിക്കുക എന്താ വെച്ചാൽ എല്ലാ മസിലും ശോഷിച്ച് എവിടുത്തെ തൊണ്ടയുടെ ഈ പറയുന്ന ശ്വാസകോശ മസിലും, ഇത് മസിലാണല്ലോ, ഇതിൻ്റെ ഈ വാരിയലിൻ്റെ മുകളിലൊക്കെ മസിലാണ്, ഇതും വർക്ക് ചെയ്യാൻ കഴിയാതെ അങ്ങനെ എന്ത് ചെയ്യും, ശ്വാസം മുട്ടി ആൾ മരണപ്പെടും. ഇതാണ് അവസ്ഥ. നമ്മൾ സ്റ്റീഫൻ ഹോക്കിൻസ് കേട്ടില്ലേ, അദ്ദേഹത്തിൻ്റെ അസുഖമാണ് MND. ഞാൻ പറഞ്ഞു വരുന്നത് വ്യാപകമായിട്ട്, അത് പ്രായ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, ഏത് പ്രായത്തിലുണ്ടാവും. പ്രത്യേകിച്ചും യുവപ്രായത്തിലാണ് തുടങ്ങുക. 30-40 കഴിഞ്ഞ ആളുകൾക്കാണ് പൊതുവേ ഇത് കാണാറുള്ളത്. അങ്ങനെയുണ്ട് പോകുന്ന അസുഖം. ഇത് നമുക്ക് കാണാം, ആൾക്ക് ഇങ്ങനെ ശരിക്കും അനുഭവിക്കാൻ പറ്റും. ഒന്ന് കുഴഞ്ഞു, രണ്ടാമത്തെ കുഴഞ്ഞു, മൂന്നാമത്തെ വിഭാഗം കുഴഞ്ഞു, അങ്ങനെ സംസാരിക്കാൻ കഴിയാതെ, വെള്ളമിറക്കാൻ കഴിയാതെ അങ്ങനെ മരണപ്പെടുന്ന അവസ്ഥയാണ് അസുഖമാണ്. ഇതൊന്നും ചെയ്യാനില്ല. നമുക്ക് ചെയ്യാനുള്ളത് ഇത് എങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ ഒരു 6 മാസം കൊണ്ടൊക്കെ അയാൾ കിടക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഒരു 1.5 വർഷം 2 വർഷം അയാൾ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അയാൾ വീഴുന്നുള്ള കാര്യം സംശയമില്ല, പക്ഷെ നീട്ടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ സുഹൃത്തുക്കളെ. ഇങ്ങനത്തെ ഒരുപാട് അസുഖങ്ങൾ ഞാൻ പറയും. ഇത്രയും അസുഖങ്ങൾ എന്തുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞൊരു ഒമാൻ യാത്രയിൽ ഒരു കുട്ടീനെ കണ്ടു. അപ്പോൾ വീട്ടിൽ പോയി ചെന്നപ്പോൾ കണ്ടൊരു കുട്ടിയാണ്, 2 വയസ്സുണ്ട്. ആ കുട്ടീനെ കണ്ടാൽ ആ കുട്ടീൻ്റെ പ്രശ്നം ചോദിച്ചാൽ എന്താ വെച്ചാൽ ആ കുട്ടി 33 കിലോ ആണ്. 33 ഡേയ്സ് കുട്ടി ഉണ്ടാവും. 33 കിലോ എന്ന് 10 വയസ്സ് 11 വയസ്സ് കുട്ടിക്കാണ് 33 kg ഉണ്ടാവുക. ഇതിപ്പോൾ ഉള്ളത് 2 വയസ്സുള്ള കുട്ടിക്ക് 33 കിലോ. ശരിക്കും ഉരുണ്ട് നിൽക്കുന്നൊരു കുട്ടിയാണ്. ഏത് നേരെ പാൽ കുടിക്കണം, ഏത് നേരെ പാലാണ്, ഏത് നേരെ ഭക്ഷണമാണ്. ഇതല്ലാത്തൊരു സംഗതി, കൂട്ടാത്തൊരു സമയം വേറെ ഇല്ല. ഉറങ്ങുന്ന സമയം വരെ ചുരുക്കാണ്. ഇത് കിട്ടിക്കൊണ്ടേയിരിക്കണം. ഇതാണ് അസുഖം. ആ ഉമ്മയും പാപ്പ ഇങ്ങനെ നിൽക്കുകയാണ്, എന്താ ചെയ്യണത് നിവൃത്തിയില്ലാതെ. വേറെ സ്ഥലത്ത് പോയി ചെന്നപ്പോൾ പിന്നെ പ്രസവിച്ചിട്ട് എത്ര ദിവസങ്ങൾ ഒരു മണിക്കൂർ മാത്രമാണ് മൂക്കുകൊണ്ട് ശ്വസിച്ചതാണ്. മൂക്കുകൊണ്ട് വളരെ നോർമലി ശ്വസിച്ചത് 1 മണിക്കൂർ ഇങ്ങനെ നിന്നു. പിന്നെ പെട്ടെന്നാണ് ഇൻക്യുബേറ്ററിലേക്ക് കയറ്റിട്ട് വന്നു, ശ്വാസത്തിൻ്റെ തടസ്സം വന്നു. അങ്ങനെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ബ്രെയിനിലെ ആ ഒരു പിന്നെ ഓക്സിജൻ വലിക്കാനുള്ള ഒരു കപ്പാസിറ്റി, വെന്റിലേഷൻ, ആ സെൻട്രൽ വെന്റിലേഷൻ സിസ്റ്റം അങ്ങോട്ട് കട്ടായി. അതോടുകൂടി കുട്ടി ഏത് നേരം ഇതിലാണ്. ഏകദേശം 5-6 മാസമായ കുട്ടീനൊന്ന് ആ ഉപ്പയും ആപ്പിയും ഇങ്ങനെ നോക്കിക്കാണ്. ആ കുട്ടീനൊന്ന് അതിന് എടുത്ത് മാറ്റി കൊഞ്ചാൻ പോലും കഴിയില്ല, ഒരു ഉമ്മ കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ മാസ്ക് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഭദ്രമായിട്ട് അവിടെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. സുഹൃത്ത്, എന്താ നടക്കണത്? നമ്മളൊക്കെ എത്ര അനുഗ്രഹത്തിലാണ്. ഇതൊക്കെ ആർക്കും സംഭവിക്കാം, നമ്മളെ മക്കൾക്ക് സംഭവിക്കാം, നമുക്ക് തന്നെ ഒരുപാട് പറഞ്ഞ തടസ്സങ്ങളൊക്കെ തരണം ചെയ്ത് അല്ലാഹു നമ്മൾ എന്ത് ചെയ്തു, സംരക്ഷിച്ച് ഇതുവരെ എത്തിച്ചു എന്നാണ് സുഹൃത്തുക്കൾ.
ഇത്ര നിഅമത്തുകൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതിനാണ് ഈ നിഅമത്തുകളിലൊക്കെ ലഭിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്താണെന്നറിയോ? തിരിച്ച് അള്ളാഹുവിലേക്ക് നന്ദി കാണിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ശരിക്കും നന്ദി കാണിക്കാത്ത കുറ്റം ചെയ്തു എന്നാണ്, അയാൾ തൗബ ചെയ്യണമെന്നാണ്. നന്ദി കാണിക്കാത്തൊരു മനുഷ്യൻ ഇതൊക്കെ ഇത്രയും അനുഭവിച്ചിട്ട് നന്ദി കാണിക്കാതെ അയാൾ നടക്കുന്നുണ്ടെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിരിക്കുന്നു, അയാൾ കുറ്റക്കാരനാണ്. ശൈഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞ അയാൾ കുറ്റക്കാരൻ, അയാൾ തൗബ ചെയ്ത് മടങ്ങണം. അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് നന്ദി കാണിക്കാതെ പോവുകയാണ് സുഹൃത്തുക്കളെ. ഒന്നാമത്തെ എന്തായാലും സുഹൃത്തുക്കളെ, നമ്മുടെ പ്രശ്നം നമ്മൾ നിയമത്തുകൾ അറിയാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നിയമത്തുകളെ കുറിച്ച് നമ്മൾ ചെറുതായി കാണുന്ന കാരണം നമ്മൾ എപ്പോഴും നോക്കണത് വലിയ ആൾക്കാരാണ്. മുകളിലേക്ക് നോക്കുക, ആളെ കണ്ടില്ലേ, ആളുടെ സൗകര്യങ്ങൾ, ആളുടെ വാഹനം, ആളുടെ എന്തൊക്കെയാണ് സൗകര്യം, സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നത്, അയാൾ എല്ലാ നിലക്കും സൗകര്യത്തിലാണ്. നമുക്ക് ചെറിയൊരു പ്രശ്നം, ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും ആരോഗ്യ ആളെ കണ്ടിട്ട് ഇങ്ങനെ കുടിയിറക്കാണ്. അയാൾ എത്ര ആക്റ്റീവാണല്ലോ, എനിക്ക് ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല, ഞാൻ കുറച്ച് നടക്കുമ്പോൾ കിടക്കുക, അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രാഞ്ചുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും ഒരുപോലെ ആരോഗ്യം അല്ലാതെ തന്നിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും മുകളിലേക്ക് നോക്കുന്നവരാണ്. ഈ പറഞ്ഞ എന്താ അറിയോ? നിങ്ങൾക്ക് സമാധാനം കിട്ടണോ, ജീവിതത്തിൽ നിങ്ങൾ നിയമത്തെ കുറിച്ച് ഒന്ന് ഉറ്റാലോചിക്കണോ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങൾ താഴെയുള്ളവരേക്ക് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും? വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങൾ മുകളിലേക്ക് നോക്കുകയേ ചെയ്യരുത്. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹു ചെയ്ത നിഅമത്തുകളെ കുറിച്ച് നിങ്ങൾക്ക് ചെറുതായി കാണാതിരിക്കാൻ. നിഅമത്ത് അത്ര വലുതാണ്. അപ്പോൾ നമ്മൾ താഴെ നേരത്തെ പറഞ്ഞ ഇങ്ങനെയൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് നോക്കുമ്പോഴാണ് സത്യം നമുക്ക് കിട്ടിയ നിഅമത്തുകളെ കുറിച്ചുള്ള വലിപ്പം അറിയുള്ളൂ സുഹൃത്തുക്കളെ. ആ വലിപ്പം അറിയാത്തതുകൊണ്ടാണ്. ആ വലിപ്പം അറിയണമെങ്കിൽ താഴെയുള്ളവരേക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യും? വലിപ്പം അറിയും സുഹൃത്തുക്കളെ. അത് മാത്രമാണോ? ഫക്കീറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പൊ സാമ്പത്തിക പ്രശ്നം വലിയ പ്രശ്നമാണല്ലോ, പത്തൊരു കാലഘട്ടത്തിൽ സാമ്പത്തിക പ്രശ്നം വലിയ പ്രശ്നം. അപ്പോൾ ഫക്കീറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 500 വർഷങ്ങൾക്ക് മുമ്പാണ് അവരെന്ത് ചെയ്യുക? സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾക്കുള്ള സന്തോഷ വാർത്തയാണ്. പ്രയാസപ്പെടുന്ന ആ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ? സന്തോഷിക്കാം. അവർക്ക് കണക്ക് കുറവാണ്, ഹിസാബ് കുറവായിരിക്കും. കണക്കുകൾ പിന്നെ ഖിയാമത്ത് നാളിലെ കണക്കെടുപ്പിന്റെ കാര്യത്തിൽ വളരെ ചെറിയ ലഘുവായ, കാരണം സുലൈമാൻ അലൈഹി ഇസ്ലാമാണ് പിന്നെ നബിമാരെ കൊടുത്ത് അവസാനമായി സ്വർഗത്തിൽ പോകുന്നതാണ്. കാരണം ഒരുപാട് നിഅമത്തുകൾ കിട്ടിയിട്ടുണ്ട്. നിഅമത്തുകൾ കിട്ടും തോറും, സമ്പത്ത് വർദ്ധിക്കും തോറും നമ്മൾ പേടിക്കണം. ഫക്കീർമാർ, പ്രയാസ മിസ്കീനുകൾ അവരെന്ത് ചെയ്യും? 500 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിക്കും. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊക്കെ ശരിക്കും എന്ത് ചെയ്യേണ്ടതുണ്ട്? അള്ളാഹു തന്ന നിഅമത്തുകളെ കുറിച്ച് ഉറ്റാലോചിക്കേണ്ട സുഹൃത്തുക്കളെ. കിട്ടിയതൊക്കെ വലുതാണ് എന്നുള്ളത് ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഏത് രൂപത്തിലാണ് നമ്മൾ നിഅമത്തുകളെ കുറിച്ച് ആലോചിച്ച് തിരിച്ച് നന്ദി കാണിക്കേണ്ടത്? എങ്ങനെയാണ്? നിസ്സാസ്ലമ അതിന്റെ പണ്ഡിതന്മാർ അതിനെന്ത് ചെയ്യുന്നു? ശരിക്കും വിശദീകരിക്കും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന ഭാഗമുണ്ട്, ശ്രദ്ധേയമാണ്. 3 രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഒരാൾ നന്ദി കാണിക്കണമെന്ന്, നന്ദി പ്രകടിപ്പിക്കാതെ 3 രീതിയിലാണ്. ഒന്നാമത് എങ്ങനെയാണ് സുഹൃത്തെ? ഒന്നാമത് പറഞ്ഞത് ഒന്നാമതായി പറഞ്ഞത് അൽ-ഇഅ്തിറാഫ് ബിഹാ ഫിൽ ഖൽബ്, ഖൽബിൽ എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് അംഗീകരിക്കണം എന്നാണ്. കിട്ടിയ നിഅമത്തുകളെ കുറിച്ച് ആലോചിച്ച് നന്ദി കാണിക്കുമ്പോൾ ഹൃദയത്തിൽ അംഗീകാരം വേണം. പടച്ചോനെ, എനിക്ക് അള്ളാഹു ചെയ്യുന്ന വലിയ അനുഗ്രഹമാണല്ലോ പടച്ചോനെ, എത്രയെല്ലാം അനുഗ്രഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ലൊരു ജോലി തന്നു, എനിക്ക് നല്ലൊരു കുടുംബം തന്നു, എനിക്ക് അത്യാവശ്യം നിൽക്കാൻ പറ്റുന്ന സാഹചര്യം, സാമ്പത്തിക സഹായം അല്ലാഹു തന്നു. അങ്ങനെ ഇത് ഇത്രയും നിഅമത്തുകൾ അള്ളാഹു ചെയ്തത് സത്യത്തിൽ അൽഹംദുലില്ലാഹ് അതിനെ അംഗീകരിക്കുക എന്നുള്ളത് ഇഅ്തിറാഫിൽ ഖൽബാണ് ആദ്യം ചെയ്യേണ്ടത്. ഖൽബിലെ കൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇഅ്തിറാഫ് ചെയ്യണം. എന്നിട്ട് അള്ളാഹുവിലേക്ക് അങ്ങേയറ്റ സ്നേഹം ഉണ്ടാവണം. നമ്മളിപ്പോഴും പറയല് പിന്നെ മാതാപിതാക്കളുടെ സ്നേഹത്തെക്കുറിച്ച് നമ്മളിങ്ങനെ വിവരിക്കലുണ്ടല്ലേ? എന്താ പറയാ? അള്ളാഹു ഇൻഷാ അല്ലാഹ് ഉമ്മാന്റെ 10 മാസം മോശം വന്നു, അത് കഴിഞ്ഞ് പിന്നെ പാലൂട്ടി, അത് കഴിഞ്ഞ് വളരെ പ്രയാസത്തിലും വന്നത്. പക്ഷേ ഇത്രയൊക്കെ മാതാപിതാക്കൾ ചെയ്ത് അങ്ങനെ തിരിച്ചുണ്ടാവുന്ന വലിയ സ്നേഹം എന്താ കാരണം? അവരിങ്ങനെ കാണാനുണ്ട്. പക്ഷെ റബ്ബ് ചെയ്ത് നമ്മളെന്ത് ചെയ്തു? നമ്മൾ വിസ്മരിച്ചു പോയി, നമ്മൾ കണ്ടില്ല. റബ്ബ് നമ്മളെ ഉമ്മയും ഉപ്പയും നമ്മൾ തന്നിടാവുന്ന റബ്ബ് തന്നെയാണ്. അവിടെ നിന്ന് തുടങ്ങി നമ്മൾ ചെറിയ തുളിയിൽ മുതൽ ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയതുവരെ അള്ളാഹുവിൻ്റെ കണക്കൂട്ടൽ, അള്ളാഹുവിൻ്റെ കാൽക്കുലേഷൻ അല്ലേ? അള്ളാഹു ചെയ്ത് തന്ന റിസ്ക്കും അല്ലേ നമ്മൾ ഇവിടെ എത്തിയത്? എത്ര അപകടങ്ങൾ പറ്റിയിട്ടുണ്ടാവും സുഹൃത്ത്, എത്ര വളവിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ബൈക്കിലും വാഹനത്തിലൊക്കെ പോകുമ്പോൾ എത്ര സ്ഥലത്ത് നമ്മളൊക്കെ പോയി എന്ന് വിചാരിച്ച എത്ര സമയമുണ്ട് സുഹൃത്തുക്കളെ. അവിടെയൊക്കെ അള്ളാഹ് സംരക്ഷിച്ചില്ലേ, തട്ടി മാറ്റിയില്ലേ നമ്മളെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് നിഅമത്തുകൾ അള്ളാഹു തന്നു, അത് ശരിക്കും അംഗീകരിക്കുകയും അതിലൂടെ ഉണ്ടാകുന്ന അങ്ങേയറ്റത്തെ സ്നേഹമാണ് സുഹൃത്തുക്കളെ. അങ്ങേയറ്റത്തെ സ്നേഹം റബ്ബിലേക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്.